നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ ആളുകൾക്കും മാക്സിമം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണമെന്ന് പറഞ്ഞാൽ 1600 രൂപയാണ്. അത് മാറി 200 രൂപ കൂടി 1800 രൂപയിലേക്ക് മാറുകയാണ്. അടുത്ത ആഴ്ച തുടങ്ങുന്ന ബജറ്റിൽ ഇക്കാര്യം സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. അതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഏകദേശം 2.5-3 വർഷത്തോളമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം ഡിസംബർ ആയപ്പോഴേക്ക് 4 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുണ്ടായിരുന്നത്. അത് ഈ ഫെബ്രുവരി മാസത്തിൽ 1 മാസത്തെ കുടിശ്ശികയും ഫെബ്രുവരി മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ 200 രൂപ കൂട്ടി 1800 രൂപയിലേക്ക് മാറാനും സാധ്യത കാണുന്നുണ്ട്. ഈ വർഷം അവസാനത്തിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ മുഴുവൻ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അടുത്ത വർഷം പകുതിയോടുകൂടി തന്നെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതിനാലും ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിനാലും മാക്സിമം ജനങ്ങൾക്ക് ഉപകാരമുള്ള സംഭവങ്ങൾ ചെയ്യുക, ബഡ്ജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന നയമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് എല്ലാ മാസവും പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓരോ മാസവും 5-ാം തീയതിക്ക് മുമ്പായി തന്നെ പെൻഷൻ കറക്റ്റായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ കുടിശ്ശിക 4 മാസത്തെ കുടിശ്ശിക ഓരോ മാസത്തെ പെൻഷനുടെ കൂടെ തന്നെ നൽകി കുടിശ്ശികയും അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും രേഖകളെല്ലാം വളരെ കൃത്യമാക്കി വെക്കുക. എല്ലാം കമ്പ്യൂട്ടറിൽ ആയതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ വരെ പെൻഷൻ തടയാൻ സാധ്യത കാണുന്നുണ്ട്. സർക്കാർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ തന്നെ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പല ആളുകളും ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. വർഷത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ വിധവയാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകുക. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കൊണ്ട് പെൻഷൻ തള്ളിയിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളാണ് കറക്റ്റ് അന്വേഷണം നടത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോ വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി പുതിയ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും. വിധവകളാണെങ്കിൽ വിധവാൻ തെളിയിക്കുന്ന രേഖ കൂടി എക്സ്ട്രാ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഒരു അന്വേഷണം നടത്തി നമ്മൾ പെൻഷന് അർഹരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയാൽ നമുക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.